നമ്മുടെ ജീവിതത്തിൽ ചിന്തകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാടുകയറിപ്പോകുന്ന ചിന്തകൾ നന്മയേക്കാളധികം പലപ്പോഴും തിന്മ വിളിച്ചു വരുത്തും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും ചെറിയൊരു വിഷയത്തെ ആലോചിച്ച് തുടങ്ങുന്ന നിങ്ങളുടെ ചിന്ത എത്തിച്ചേരുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച്, പ്രയാസങ്ങളെ കുറിച്ച്, വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കും. അത് നമ്മുടെ മനസമാധാനത്തെ കളയും എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ ശത്രുവിന് പലപ്പോഴും നാം ഇടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ കടന്നു വരാത്തൊരു ജീവിതമല്ല നമ്മുടെ ജീവിതം. എന്നാൽ ഏതു പ്രശ്നവും ഏതു പ്രയാസവും കടന്നു വന്നാലും അതിന്റെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണും, ഞാൻ അനുഭവിക്കുമെന്ന് തിരിച്ചറിയുന്നതാ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. അങ്ങനെ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ശത്രു കൊണ്ടുവന്നു വെച്ച വിഷയങ്ങളെക്കാൾ വലിയവനായ യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയും. ആ പ്രശ്നത്തെ ഓവർകം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സമാധാനം കളയുന്ന വിഷയങ്ങൾ ഈ ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് കൊടുക്കണം. എന്നിട്ട് പറയണം, ദൈവമേ, ഇന്ന കാര്യങ്ങളാ എന്റെ സമാധാനത്തെ കളയുന്നത്, അങ്ങ് ഇതിലൊന്ന് ഇടപെടണമേ എന്ന് പറഞ്ഞ് നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിൽ നാം അനുഭവിച്ചറിയുവാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തനിച്ചല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സങ്കീർത്തനക്കാരൻ തന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ് ദൈവത്തിന് മുമ്പാകെ അർപ്പിക്കുന്നത്. 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ അത് പറയുമ്പോൾ നമുക്ക് നമ്മോടൊന്ന് ചോദിക്കണം, എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആഗ്രഹം? അതാണോ നാം ദൈവത്തിന് മുമ്പാകെ പകരുന്നത്? അല്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ വെറുതെ ആയി പോകുകയാണ്. കാരണം മനസ്സിലെ ആഗ്രഹമൊന്നും നാം ചോദിക്കുന്നത് വേറൊന്നുമാ. ഇന്ന് ഹൃദയത്തെ അറിയുന്ന ദൈവം, നമ്മുടെ ചിന്തകളെ, നിലവുകളെ അറിയുന്ന ദൈവം നമ്മോട് പറയുന്നത്, ഒന്നും അവന്റെ മുമ്പാകെ മറച്ചു വെക്കാതെ പരിപൂർണമായി ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, സബ്മിറ്റ് ചെയ്യുവാൻ നാം തയ്യാറാണോ എന്നുള്ളതാണ്. ദൈവത്തിന്റെ മുമ്പാകെ നാം സമർപ്പിക്കുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങുകയുള്ളൂ. ദൈവത്തിന് എല്ലാം അറിയാം, ശരിയാ. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ തുടങ്ങണമെങ്കിൽ നമ്മെ മുഴുവനായി ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതെ, അതങ്ങനെയാ. എല്ലായിടത്തും ഇടിച്ചു കയറി വരുന്ന ഒരു ദൈവമല്ല ഈ ദൈവം. ആഗ്രഹത്തോടെ, ദാഹത്തോടെ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തോട് അടുത്തു വരുവാൻ ഒരു ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ കടന്നു വരുന്ന ആകുല ചിന്തകളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് പറയണം, ഇല്ല, അനർത്ഥമായതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയല്ല, എന്റെ കുടുംബത്തിൽ അത് നടക്കുകയല്ല, എന്റെ തലമുറയിൽ ശത്രുവിന്റെ ഒരു പദ്ധതിയും നടക്കുകയല്ലെന്ന് ബോൾഡായി പറയുവാനുള്ള ധൈര്യം പ്രിയദൈവത്തിലെ നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നാം യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ അത് സംഭവിക്കുകയാ. ആ നാമത്തിന്റെ ശക്തി നാം ഒന്ന് തിരിച്ചറിയണം. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ചിന്തിയ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞുള്ള ഒരു ജീവിതമാകണം നമ്മുടെ ജീവിതം. ഈ ലോകത്തിലുള്ളതെല്ലാം ഒരുപക്ഷെ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ നാം അതിന് നിന്നുകൊടുക്കുന്നുണ്ട് എന്നതും ശരിയാ. എന്നാൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്ത് എന്ന് പലപ്പോഴും മറന്നുള്ള ഒരു ജീവിതമാണ് നമ്മുടേത് എങ്കിൽ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം ഒന്ന് തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവത്തിന് നമ്മെക്കുറിച്ച് വളരെ വ്യക്തമായ പദ്ധതിയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും പലരാലും മാറ്റി നിർത്തപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒറ്റപ്പെടലിന്റെ വേദന നമുക്ക് തിരിച്ചറിയുകയുള്ളൂ. എന്നാൽ നമ്മുടെ കഴിവുകേടുകളെല്ലാം കണ്ടിട്ടും നമ്മെ സ്നേഹിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് ഈ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുക തന്നെ ചെയ്യും. അതെ, ജീവിക്കുന്ന ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. ഈ ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണും, നാം അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത അടുക്കൽ വന്ന് അഭയം പ്രാപിക്കുന്ന ഒരു വ്യക്തിയെ പോലും തള്ളിക്കളയുകയില്ല എന്നുള്ളതാണ്. പലരും നമ്മുടെ കഴിവും നമ്മുടെ ആസ്തിയും കണ്ട് നമ്മെ കൂടെ കൂട്ടുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സകല കഴിവുകേട് കണ്ടിട്ടും നാം പാപത്തിന്റെ കുഴിയിൽ കിടന്നപ്പോഴും നമ്മെ തേടി വന്ന ഈ ദൈവസ്നേഹത്തെ നാം കാണാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് നാം നയിക്കരുത്. പ്രിയദൈവത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചിന്തകൾക്കും പ്രാധാന്യമുണ്ട്. എന്നാൽ ആ ചിന്തകൾ നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് നമ്മുടെ ആകുല ചിന്തകളെ ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതം എന്ത് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അതെ, അത്
നാം ചെയ്യേണ്ടുന്ന കാര്യമാണ്. തീരുമാനം നമ്മുടേതാ. ഇങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് നയിക്കണോ, അതോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നാം അനുഭവിച്ചറിയണോ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിച്ചറിയണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തിട്ട് ദൈവമേ പ്രവർത്തിക്കണമെന്ന് പറയുന്നതിലുപരി ദൈവമേ അങ്ങ് എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച് ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതം നയിക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ ജീവിതം നാം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരും എതിർത്താലും സകലരും നീ ഇനി പുറത്തു വരികയല്ലെന്ന് പറഞ്ഞ് നമ്മെ നിന്ദിച്ചാലും ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, യേശു നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് നിങ്ങൾ ദേശത്ത് ഒരു മാനപാത്രമായി തീരും. നിങ്ങളായിരിക്കുന്ന ദേശത്ത് ഒരു അനുഗ്രഹമാക്കും, ഒരു അടയാളമാക്കും. അതെ, യേശുവിന്റെ സാന്നിധ്യം വഹിക്കുവാൻ, ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരോട് പറയുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. നാം തയ്യാറാണോ എന്നുള്ളതാ ഇവിടുത്തെ പ്രധാന വിഷയം. ഇന്ന് കാടുകയറി പോകുന്ന ചിന്തകൾക്ക് കടിഞ്ഞാണിട്ട് എന്റെ കൂടെ യേശു കൊണ്ട് അനർത്ഥമായതൊന്നും ഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ വേണ്ടാത്ത സകല ചിന്തകളെയും ക്യാൻസൽ ചെയ്യണം. ഈ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാകണം. ഈ ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായി മാറട്ടെ. ഈ ദൈവ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ അനുഭവിക്കണം എന്നുള്ളത് നമുക്ക് യഥാർത്ഥമായി ഒന്ന് ആഗ്രഹിക്കാം. അങ്ങനെ നാം ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുവാൻ തുടങ്ങും. ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുവാൻ തുടങ്ങും. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ദൈവം നമ്മെ മൂടുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. നിന്ദിച്ചവരുടെ മധ്യേ തന്നെ ദൈവം നിങ്ങളെ ഒരു മാനപാത്രമാക്കി മാറ്റും. പൂർണ്ണ മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരേണ്ടത്. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ഉടയവനായ ദൈവത്തിന്റെ സാന്നിധ്യവും മഹത്വവും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളാകട്ടെ ഈ ദൈവത്തിന്റെ മുമ്പാകെ പ്രാർത്ഥനയായി അർപ്പിക്കുന്നത്. നമുക്കറിയാം, സ്നേഹം പല വിധത്തിലുണ്ട്. കാര്യസാധ്യത്തിനായി, എനിക്കെന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ കാണിക്കാൻ. എന്നാൽ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം എന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാകണം. പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിൽ അടുത്തു വരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ഒരു ദൈവത്തെ എനിക്കറിയാം. അതുകൊണ്ടാ വീണ്ടും നിങ്ങളുടെ തോളത്ത് തട്ടി ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, ഭാരപ്പെടേണ്ട. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ, ആകുലപ്പെടുന്നത് പോലെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമായത് ഭവിക്കുകയില്ല. ദൈവപ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ഇന്ന് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, യഥാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ സകല വിഷയങ്ങളും യേശുവിന്റെ കരത്തിൽ കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ഫ്രീ ആകുക. അതെ, നിങ്ങളായിരിക്കുന്ന എല്ലാ മേഖലകളിലും നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകല്ലേ. ഇന്ന് ഈ ചെറിയ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദൈവശബ്ദത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരികയാണ്. ശത്രുവായവൻ ഇവരുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിടുന്ന സകല ചിന്തകളെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ഇല്ല, അനർത്ഥമായതൊന്നും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഈ ജനം കാണട്ടെ. പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവരുടെ മധ്യേ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ഇവർ കാണട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്, സകലം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കുകയില്ല. അമരത്ത് യേശു ഉള്ളത് കൊണ്ട്, യേശു നിങ്ങളുടെ ജീവിത പടകിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.